ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അനിയത്തിയുടെ അയണി യൂണിന് വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് വലിയമ്മയുടെ വീട്ടിൽ വെച്ച് അവൾക്ക് അയണി യൂണാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ അമ്മ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനും അവളും കൂടെ സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. കല്യാണത്തിന് മുന്നേ എടുത്തതായിരുന്നു. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ആയി. അപ്പോൾ ഇപ്പം ഞാൻ ഒന്ന് പൊടിതട്ടി എടുത്ത് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ മടി കൊണ്ടാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാതിട്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹൈവേ വഴിയാണ് കേട്ടോ പോകുന്നത്. ആകാശം കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഈ സത്യം പറഞ്ഞാൽ ഹൈവേ വഴി പോകുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ആകാശത്തിൻ്റെയൊക്കെ ആ ഒരു ഭംഗി നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അമ്മയില്ല, ഞാനും അനിയത്തിയും കൂടെയാണ് പോകുന്നത്. അമ്മ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അമ്മ നേരത്തെ പോയതിൻ്റെ കാരണം വന്നിട്ട് അമ്മയ്ക്ക് കുറച്ച് വീടൊക്കെ കല്യാണം വിളിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരു പ്ലാനിലാണ് അമ്മ നേരത്തെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ഒരു ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അവരുടെ വീട്. ഫസ്റ്റ് കാണുന്നില്ല കേട്ടോ, സെക്കൻഡ് കാണുന്നതാണ്. ഈ ഒരു സ്ഥലം വന്നിട്ട് വട്ടവളയാണ് കേട്ടോ. വട്ടവളയെന്ന് പറയും. അപ്പോൾ എനിക്കത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് യാത്രയുണ്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെളിയിൽ വെയിറ്റ് ചെയ്തു. 2 ഹോണൊക്കെ അടിച്ചപ്പോഴത്തേക്കും വലിയമ്മ വെളിയിൽ വന്നായിരുന്നു കേട്ടോ. വലിയമ്മ വരുമ്പോൾ തന്നെ ആ ഒരു ചിരി ഉണ്ടോ മുഖത്തെ, ആ ഒരു കള്ള ചിരി പോലത്തെയാണ് കേട്ടോ. ആ ഒരു ചിരിയാണ് സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ പണ്ട് തൊട്ടേ അവിടെ പോകുമ്പോഴും അവരുടെ ആ ഒരു ചിരിയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഹൈലൈറ്റ് കേട്ടോ. നമ്മളിപ്പം പോകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ചിരിയാണ് മുഖത്ത് തോന്നുന്നത് എനിക്ക്. അങ്ങനെ നമ്മൾ നേരെ അകത്തോട്ട് പോയപ്പോഴത്തേക്കും എൻ്റെ ഒരു കസിനാണ് കേട്ടോ, അതായത് വലിയമ്മേരെ മോളാണ്, തേങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പായസത്തിനുള്ള തേങ്ങയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളുടെ മോളാണ് കേട്ടോ അടുത്ത് കിടന്ന് ഉറങ്ങുന്നത്. ആൾ ഉറക്കമായിരുന്നു. അപ്പോൾ ഇനിയൊരു ബ്രദറും കൂടെ ഉണ്ട് കേട്ടോ. അവളുടെ ചേട്ടനാണ് സംഭവം. ആൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് ആളിനെ വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യം എന്തോ വലിയമ്മ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഫുഡായിട്ട് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീട് വെച്ചിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇവരുടെ പുതിയ വീടാണ്. പഴയ വീട്ടിൽ ഞാൻ കുറേ പ്രാവശ്യം നിന്നിട്ടുണ്ട് കേട്ടോ. പുതിയ വീട് വയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പേ പഴയ വീട്ടിലൊക്കെ കുറേ പ്രാവശ്യം ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഞാനും അനിയത്തിയും അമ്മയൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ ഓണായിരിക്കുന്നതുകൊണ്ട് വലിയമ്മ മാറി നിന്നതായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ, പഴയ വീട്ടിൽ ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഓരോ കാര്യമായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഡിസ്കസ് ചെയ്ത് ഒരുമിച്ച് കിടക്കും, ഒരുമിച്ച് പ്രേതകഥകൾ പറയും, ഒരുമിച്ച് ഒരു കസിൻ വൈബ് പോലെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയും കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരും കൂടെ വന്നിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി നല്ല വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ബ്രദർ. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ആൾ തിരിഞ്ഞ് പോയി കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തി അടുക്കളയിൽ പോയി എന്തൊക്കെ തൊട്ടും പറക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. പാത്രം കഴുകുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പക്കുട്ടനൊരു ബുൾസ അടിച്ചു കൊടുത്തു. പിന്നെ അവളുടെ മോക്കും ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള ചെറുപഴം അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചെറിയ പീസാക്കണമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, ചുമ്മാ ഇരുന്നിട്ട് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ചെറുതായിട്ട് പീസാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് ഫുഡൊക്കെ സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയി കേട്ടോ. ആ സമയമായപ്പോഴത്തേക്കും അമ്മയും കാണുന്നില്ല കേട്ടോ. അമ്മ ലേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു. ബിരിയാണിയും ചിക്കനും സലാഡ്, പപ്പടം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പായസവും ഉണ്ടായിരുന്നു. സത്യം പറയാലോ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ബിരിയാണി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഇല്ലെങ്കിൽ പോലും ബിരിയാണി റൈസ് മാത്രമായിട്ട് കഴിക്കാൻ പോലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ തള്ളുന്നതല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ വേറെ ഏതോ മെത്തേഡിൽ വച്ചു എന്നാണ് പറഞ്ഞു കേട്ടോ. അല്ലാതെ വയ്ക്കും പോലെയല്ല, പുതിയൊരു മെത്തേഡിൽ വച്ചെന്നാണ് വലിയമ്മ പറഞ്ഞു. പക്ഷേ കിഡിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പായസവും ഒന്നിനൊന്ന് മിച്ചമായിരുന്നു. എന്തായാലും അനിയത്തിയുടെ അയണിയൂണ് പ്രമാണിച്ച് നമുക്ക് എല്ലാവർക്കും കിഡിലും ഒരു ഫുഡ് കഴിക്കാൻ പറ്റിയ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരെന്തൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പായസവും കുടിച്ചതിന് ശേഷം ക്യാമറ നോക്കിയപ്പോഴത്തേക്കും എനിക്കൊരു ഡൗട്ട് കേട്ടോ, ക്യാമറ ഓണായിട്ട് തന്നെയാണോ ഇരിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതായിരുന്നു. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടന് ലോങ് ഓട്ടോ അടിച്ചതുകൊണ്ടാണ് കേട്ടോ ചേട്ടന് വരാൻ പറ്റാത്തത്. അപ്പോൾ ഈ ബിരിയാണി വലിയമ്മ എനിക്ക് ഒരു പാത്രത്തിൽ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടന്. അപ്പോൾ രാത്രി ചേട്ടൻ എത്തും. അങ്ങനെ
ചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രിത്തേക്ക് വലിയമ്മ ഒരു പാത്രത്തിലാക്കി ബിരിയാണി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഒന്ന് കിടക്കാൻ പോയി കേട്ടോ. സോഫയിൽ തന്നെ കടന്നെണീറ്റപ്പോഴത്തേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ ഫുഡൊക്കെ കഴിച്ച് എണീറ്റപ്പോഴത്തേക്കും ചേട്ടൻ വിളിച്ചു പറഞ്ഞു ചേട്ടൻ രാത്രി വിളിക്കാൻ വരാമെന്ന് കേട്ടോ. അങ്ങനെ അമ്മയെ ചേട്ടനാണ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനും അനിയത്തിയും കൂടെ സ്കൂട്ടിയിലാണ് തിരിച്ചു പോയത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.